സെൻസിയുടെ കാഴ്ചപ്പാടിൽ ആരാണ് യഥാർത്ഥ ലീഡർ? ഒരു വ്യക്തിക്ക് എങ്ങോട്ടാ പോണ്ടെന്ന് അറിയണം. ഓക്കെ, രണ്ടാമത്തെ മൂന്നെണ്ണം കേട്ടോ, 3 കാര്യങ്ങൾ. ഒന്ന്, ആ വ്യക്തിക്ക്, ഇത് എൻ്റെ ഡെഫിനേഷനും അല്ല, ഞാൻ ആരുടെ ഡെഫിനേഷനാണെന്ന് പറഞ്ഞുതരാം. ആ വ്യക്തിക്ക് എങ്ങോട്ടാണ് പോകണമെന്നുള്ള വളരെ വ്യക്തമായിട്ടുള്ള ഒരു നിലപാടുണ്ടായിരിക്കണം. ഞാൻ ഇങ്ങോട്ടാണ് പോകണമെന്നുള്ളത് ക്ലിയർ ആയിരിക്കണം. രണ്ടാമത്തത്, ആ വ്യക്തി അങ്ങോട്ട് പോകുമ്പോൾ ഇനി ഈ ഒരു ഡെഫിനേഷൻ ഞാൻ ഇവിടെ ബ്രേക്ക് ചെയ്യാം, എന്നിട്ട് അതിൻ്റെ മറ്റൊരു ഭാഗം പറഞ്ഞുതരാം. ചിലർ സ്റ്റേജിൽ കയറിയിട്ട് നമുക്കെല്ലാവർക്കും ഇത് ചെയ്യണം എന്ന് പറയും, പക്ഷെ അവർ തന്നെ ചെയ്യില്ല. അവർ തന്നെ ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ ആ ഒരു വ്യക്തി ഒരു നേതാവല്ല. ഒരു വ്യക്തിക്ക് അത് കാണണം, ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അത് അതേ അനുസരിക്കുന്ന ഒരു വ്യക്തിയാണ് ആദ്യത്തെ ക്വാളിഫിക്കേഷൻ, ഫസ്റ്റ് ക്രൈറ്റീരിയ. ആൾക്ക് കാണാൻ പറ്റണം, ഇത് ചെയ്യണമെന്ന് പറയുന്ന വ്യക്തിയായിരിക്കണം, അത് ചെയ്യണ വ്യക്തിയായിരിക്കണം. രണ്ടാമത്തത്, ആ വ്യക്തി നടന്നു പോണ പാത മറ്റുള്ളവർ കാണിച്ചു കൊടുക്കണം. കാണിച്ചു കൊടുക്കാതെ എല്ലാം ഞാൻ തന്നെ ചെയ്യട്ടെ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അയാൾ നേതാവല്ല. കാണണം, ചെയ്യണം, പഠിപ്പിച്ചു കൊടുക്കണം. ഇത് 3 വേണം. ഈ 3 ട്രയാങ്കിൾ വന്നാൽ മാത്രം. ഇത് ജോൺ സി മാക്സ്വെലിന്റെ ഡെഫിനിഷൻ. എ ലീഡർ ഈസ് എ പേഴ്സൺ ഹു നോസ് ദ വേ, ഗോസ് ദ വേ ആൻഡ് ഷോസ് ദ വേ. ഒരു നേതാവിൻ്റെ ഏറ്റവും വലിയ ടഫ് ഡിഫിക്കൾട്ട് സെനാരിയോ എന്ന് വെച്ചാൽ ആ വ്യക്തി ആയിരിക്കണം ആദ്യത്തെ ഫോളോവർ. ആ ലീഡറിന്റെ ആദ്യത്തെ ഫോളോവർ ആദ്യത്തെ ഫോളോവർ ഞാനായിരിക്കണം. അത് ഞാനല്ലെങ്കിൽ ഞാനൊരു നേതാവല്ല. അല്ല, അതൊരു ഭയങ്കര ക്രൂഷ്യൽ പോയിന്റ് കേട്ടോ. എനിക്ക് ഫോളോ ചെയ്യണമെങ്കിൽ, ഞാൻ ഫോളോ ചെയ്യണമെങ്കിൽ എന്നിലെ ക്വാളിറ്റി കണ്ട് ഞാൻ അത്രയ്ക്കും ഇംപ്രസ്ഡ് ആയാലേ എനിക്ക് എന്നെ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനത് ട്രെയിനിങ്ങിൽ പലപ്പോഴും ചോദിക്കാറുണ്ട്. നിങ്ങൾ പലപ്പോഴും ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ സ്റ്റാഫ്സിനെയും നിങ്ങളുടെ കുടുംബത്തെയും നെഞ്ചിൽ കൈവച്ച് ചോദിക്കണം, നിങ്ങൾക്ക് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? തീർച്ചയായിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കില്ല. അതൊരു വലിയ വാലിഡ് പോയിന്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിച്ചതേ, സെൻസി പറയുന്നതിലൊരു മലയാളത്തിലൊരു ഖട്ടറുണ്ട്. ശ്രദ്ധിച്ചായിരുന്നു? ഒരു ഖട്ടർ ഫീൽ ചെയ്യുന്നുണ്ട്. മലയാളത്തിൻ്റെ ഫ്ലുവൻസിലൊരു ഖട്ടർ. ഞാനൊന്ന് ഇടപെട്ടോട്ടെ. മലയാളത്തിലെ ഖട്ടർ എന്ന് പറഞ്ഞപ്പോഴാണ് സെൻസി ആദ്യം ഞാൻ കാണുമ്പോഴേ സാക്ക് എനിക്ക് ആദ്യം ഒരു വീഡിയോ അയച്ചായിരുന്നു, സെൻസിയുടെ ഒരു വീഡിയോ. ആ വീഡിയോയില് സെൻസി ഇപ്പൊ ഇംഗ്ലീഷ് സംസാരിക്കുന്ന കേട്ടാൽ മനസ്സിലാവും. അതിലേക്ക് ഞാൻ പറഞ്ഞേ, മലയാളിയുടെ തലയുടെ മണ്ടേ റോക്കറ്റ് പോവും. അപ്പം ആക്സെന്റും ടോണും ഡെലിവറിയും ഒക്കെ ഭയങ്കര പവർഫുള്ളാണ്. അപ്പോൾ പുള്ളി എനിക്ക് ഈ ലിങ്ക് അയച്ചു തന്നു, പുള്ളിയുടെ വെബ്സൈറ്റും അയച്ചു തന്നു. അപ്പം വീഡിയോ കൊണ്ട് ഞാൻ ഇംപ്രസ്ഡായി. വെബ്സൈറ്റ് നോക്കിയപ്പോൾ പുള്ളിയുണ്ട്, എനിക്ക് തോന്നുന്നു ലെസ് ബ്രൗൺ, ലോകത്തിലെ I would say he's the number 1 motivational speaker. And on the left side, I think John C. Maxwell. He is the number 1 leadership coach in the world. ഇവരുടെ ഇടയിൽ ഒരു മനുഷ്യൻ ഉണ്ട്, മുടിയൊന്നും ഇല്ല, ഒരു നിസ്കാരത്തഴമ്പും, അന്നത്ര താടിയില്ല തോന്നുന്നു, താടിയില്ല. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് he didn't look American, he didn't look British. He was not Malayali for sure. കാരണം അങ്ങനെ ഒരിക്കലും ആകാൻ പറ്റില്ലല്ലോ. സൗണ്ട് കേട്ടിട്ടും അല്ല, അയാളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ ലീഗ് വെച്ച് നോക്കിയിട്ടും ഒരു മലയാളിയല്ല. ഞാനിത് ആരാപ്പ ഒന്നും തിരിയുന്നില്ലല്ലോ, ഈ പഴയ ആരെന്നൊരു പിടിയില്ല. അപ്പം ഞാൻ സാക്കിനോട് ചോദിക്കുന്നുണ്ട്, സോ വേർ ഇസ് ഹി ആക്ച്വലി ഫ്രം? ആളുടെ നമ്പർ എനിക്ക് തരുവാണല്ലോ, അപ്പോൾ വിളിക്കാൻ എങ്ങോട്ട് വിളിക്കണമെന്നൊക്കെ ഉള്ളൊരു ക്യൂരിയോസിറ്റിയിൽ ഞാൻ എവിടെ നിന്നാണെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറയാ, എവിടെ നിന്നായിരിക്കും എവിടെ നിന്നായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ I said, I don't think from Asia or maybe Asianോ. മലയാളിയാണെങ്കിലോ? മലയാളിയോ? തിരൂരാണെങ്കിലോ? തിരൂരുള്ള മലപ്പുറം ജില്ലയിലെ തിരൂരിലെ ഒരു ഫറൂഖ് സെൻസിയെ എനിക്കന്ന് വിശ്വസിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഫോൺ ചെയ്ത് സംസാരിച്ചപ്പോൾ എനിക്ക് തീരെ വിശ്വസിക്കാൻ പറ്റിയില്ല. കാര്യം മലയാളം ഖട്ടറിന്റെ മണ്ടേ കയറുന്നുണ്ട്. അപ്പം മലയാളത്തിൽ ഒരു രീതിയിലും ഫ്ലുവൻ്റ് അല്ലാതെ ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന ശശി തരൂരിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊരു മറ്റൊരു ശശി തരൂരാണോ എന്ന് എനിക്ക് അന്ന് തോന്നി. എനിക്ക് അതിന്റെ ഉത്തരം കിട്ടി. സെൻസി പറയട്ടെ. സെൻസി ആക്ച്വലി ഖത്തർ എയർവേസിന്റെ ഒരു
ട്രെയിനിങ് മാനേജറായിരുന്നു.